നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരിക്കൽ കൂടി പോലീസുകാരും വക്കീലും ഒക്കെ കൂടി ഇങ്ങോട്ട് വരേണ്ടി വരും. അവരിനി വന്ന നിങ്ങളുടെ പേരിൽ ഒരു ക്രിമിനൽ കേസ് കൂടി ചാർജ് ചെയ്യും. കുഞ്ഞിനെ ഞാനങ്ങ് കൊണ്ടുപോവുകയും ചെയ്യും. കോടതി ഉത്തരവുള്ളതുകൊണ്ട് കുഞ്ഞിനെ കൊണ്ട് ഇവള് പോവും മുത്തശ്ശി. നമ്മുടെ കുഞ്ഞ് നമ്മുടെ കൈവിട്ട് പോവും. മീനാക്ഷി, ഇവളെ വിടരുത് മുത്തശ്ശി. അവൾ അങ്ങനെ ഈ കുഞ്ഞിനെ ഇവിടുന്ന് കൊണ്ടുപോകില്ല മീനാക്ഷി. നീ വിഷമിക്കാതെ. നീ പറഞ്ഞ എല്ലാ ഡിമാൻഡുകളും ഞാൻ അംഗീകരിച്ചതാ. പക്ഷേ ഇവനെ ഈ വീട്ടിനകത്ത് ഇനി താമസിപ്പിക്കാൻ പറ്റില്ല. ഞാനും വൈശാഖും കൂടി ഒന്ന് ആലോചിക്കട്ടെ. വൈശാഖേ, വന്നേ. മൈഥിലി, നമ്മളിപ്പോ ഈ കൊച്ചിനെ കൊണ്ട് ഇവിടെ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യാനാ? നമ്മുടെ പ്ലാൻ വേറെയല്ലേ? നീ ആ കാര്യം നടപ്പിലാക്കിയിട്ട് വാ. ആ കാര്യം നടപ്പാക്കിയിട്ട് ഞാൻ വരൂ. ഇത് ഇവരുടെ മുന്നിൽ ഞാൻ കാണിക്കുന്ന ഒരു ഡ്രാമയാ. എന്നാ നീ പൊയ്ക്കോ. ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ പോണേടാ. ശരി. ദേ, തൽക്കാലം ഞാനങ്ങ് പോവാ. പിന്നെ നിന്നെ ഈ ഏരിയ കണ്ടുപോരുത്. ഓ, അഥവാ ഇനി ഇതുപോലെ ഇങ്ങോട്ട് വരണമെന്ന് തോന്നിയാലേ അച്ഛൻ പണിക്കരോടും അമ്മ പണിക്കരോടും യാത്ര ചോദിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. ഒന്ന് പോടാ. പിന്നെ ഒരു മുട്ടനാടിനെ വാങ്ങിച്ച് സൂപ്പ് വെച്ച് കുടിച്ചോ. ഇല്ലെങ്കിൽ നീ ചത്തു. അമ്മാതിരി ഇടിയാ ഇവൻ ഇടിച്ചത്. ഒന്ന് പോടാ അവിടുന്ന്. ഇയാളെ ഞാനൊരു പാഠം പഠിപ്പിക്കും. ഞാനും ഒരു പെണ്ണല്ലേ. ഒരമ്മയുടെ വിഷമം എനിക്കറിയാം. എന്തായാലും ഇവൾ ഇത്രയും നാൾ എന്റെ കുഞ്ഞിനെ നോക്കിയതല്ലേ. എന്റെ ശത്രുവാണെങ്കിലും ഇവളോടൊരു മനസ്സലിവ്. അതുകൊണ്ട് തൽക്കാലം ഞാൻ പോകുന്നില്ല. പക്ഷേ അമ്പലത്തിൽ വെച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള ഡിമാൻഡുകൾ നിങ്ങൾ തെറ്റിക്കരുത്. എന്നോട് ഹരാസ്മെന്റ് ഒന്നും കാണിക്കരുത്. എന്റെ മനസ്സിനെ വേദനിപ്പിക്കരുത്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ തൽക്കാലം നിങ്ങളോടൊപ്പം നിൽക്കാം. പിന്നെ എന്റെ കുഞ്ഞ് എന്റെയിൽ തന്നെ ആയിരിക്കും. എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് കുഞ്ഞിനെ നോക്കാൻ ഇവളെ ഏൽപ്പിക്കാം. ഇവള് മരണം എറിഞ്ഞു വാങ്ങുകയാണല്ലോ ഭഗവാനെ. നീ അത്രയ്ക്ക് ഔദാര്യൊന്നും കാണിക്കണ്ട. ഈ മീനാക്ഷിക്ക് കുഞ്ഞിനോടുള്ള സെന്റിമെന്റ്സ് കൊണ്ട് മാത്രം ഇല്ലെങ്കിൽ അവളെ ഞാൻ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.